ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ ഹാട്രിക് അടിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. പൊതുവെ ബി.ജെ.പിയോട് വിമുഖത പ്രകടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരെ ബി.ജെ.പി വെണ്ണിക്കൊടി ഇത്തവണ പാറിക്കുമെന്ന റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടവും മികച്ചതായിരുന്നു എന്നും ചൂണ്ടിക്കാണിക്കുന്നതാണ് എക്സിറ്റ് പോൾ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യ മുന്നണിക്ക് വിജയം പ്രവചിച്ചിരിക്കുകയാണ് DB ലൈവ് എക്സിറ്റ് പോൾ. ഇന്ത്യ മുന്നണി 260 മുതൽ 290 വരെ സീറ്റിൽ വിജയിക്കുമെന്നാണ് DB ലൈവ് പ്രവചനം. എൻഡിഎ 215, 245 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും മറ്റുള്ളവർ 28 മുതൽ 48 സീറ്റിൽ വരെ വിജയിക്കുമെന്നാണ് DB ലൈവ് പ്രവചനത്തിൽ വ്യക്തമാക്കുന്നത്. 65 വർഷമായി പ്രവർത്തിക്കുന്ന ദേശ് ബന്ധുവിന്റെ ചാനലാണ് DB ലൈവ്. അവരുടെ പ്രവചനം എന്താണ് എന്ന് നോക്കാം. ജമ്മു കാശ്മീർ എൻഡിഎ 2 സീറ്റുകൾ, ഇന്ത്യ സഖ്യം 3 മുതൽ 5 സീറ്റ് വരെ. ഹിമാചൽ പ്രദേശിൽ എൻഡിഎ 1 മുതൽ 3 സീറ്റ്, ഇന്ത്യ സഖ്യം 1 മുതൽ 4 സീറ്റ്. ഗോവ എൻഡിഎ 2 സീറ്റ്, ഇന്ത്യ സഖ്യം 2 സീറ്റ്. ത്രിപുര എൻഡിഎ 2 സീറ്റ്, ഇന്ത്യ സഖ്യം 2 സീറ്റ്. മേഘാലയയിലേക്ക് വരുമ്പോൾ എൻഡിഎക്ക് 1 സീറ്റും പ്രവചിക്കുന്നില്ല, ഇന്ത്യ സഖ്യത്തിന് അവിടെ 2 സീറ്റാണ് പ്രവചിക്കുന്നത്. മണിപ്പൂരിലേക്ക് വരികയാണെങ്കിൽ എൻഡിഎ 2 സീറ്റും ഇന്ത്യ സഖ്യം 2 സീറ്റുമാണ്. ബീഹാറിൽ അത് എൻഡിഎ 14 മുതൽ 16 സീറ്റുകളാണ്, ഇന്ത്യ സഖ്യത്തിന് അവിടെ 24 മുതൽ 26 സീറ്റുകളും. മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ എൻഡിഎ 24 മുതൽ 26 സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് പ്രവചിക്കുന്നത്, ഇന്ത്യ സഖ്യമാകട്ടെ 3 മുതൽ 5 സീറ്റ് വരെയും. കർണാടകയിലേക്ക് എത്തുമ്പോൾ എൻഡിഎ നേടാൻ പോകുന്നത് 8 മുതൽ 10 വരെ സീറ്റുകളാണെന്നും ഇന്ത്യ സഖ്യം അവിടെ 18 മുതൽ 20 സീറ്റ് നേടുമെന്നുമാണ് പറയുന്നത്. ഗുജറാത്തിലേക്ക് വരുമ്പോൾ എൻഡിഎ 23 മുതൽ 25 സീറ്റുകളാണ് സ്വന്തമാക്കുക, ഇന്ത്യ സഖ്യമാകട്ടെ 1 മുതൽ 3 വരെ. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ എൻഡിഎ 17 മുതൽ 19 സീറ്റുകളും ഇന്ത്യ സഖ്യം 6 മുതൽ 8 സീറ്റുകളുമാണ്. അസം എൻഡിഎ 8 മുതൽ 10 സീറ്റുകളും ഇന്ത്യ സഖ്യം 3 മുതൽ 5 സീറ്റുകളും. ജാർഖണ്ഡ് എൻഡിഎ 6 മുതൽ 8 സീറ്റുകളും ഇന്ത്യ സഖ്യം 6 മുതൽ 8 സീറ്റുകളും തന്നെ സ്വന്തമാക്കും. ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ എൻഡിഎ 6 മുതൽ 8 സീറ്റും ഇന്ത്യ സഖ്യം 3 മുതൽ 5 സീറ്റുകളുമാണ്. ഹരിയാനയിലേക്ക് എത്തുമ്പോൾ എൻഡിഎ 2 മുതൽ 4 വരെയും ഇന്ത്യ സഖ്യം 6 മുതൽ 8 വരെ സീറ്റുകളുമാണ് സ്വന്തമാക്കുക. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് വരുമ്പോൾ എൻഡിഎ 2 മുതൽ 4 സീറ്റുകളും ഇന്ത്യ സഖ്യം 3 മുതൽ 5 സീറ്റുകളുമാണ്. ഉത്തരാഖണ്ഡിലേക്ക് എത്തുമ്പോൾ എൻഡിഎ 3 മുതൽ 5 സീറ്റുകളും ഇന്ത്യ സഖ്യം 2 സീറ്റുകളുമാണ് സ്വന്തമാക്കുക. കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തവണയും ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ലെന്നാണ് ഇവർ പറയുന്നത്. UDFന് അത് 16 മുതൽ 18 സീറ്റാണ്, LDFന് 2 മുതൽ 3 സീറ്റും. തമിഴ്നാട്ടിൽ എൻഡിഎക്ക് 1 സീറ്റ് പ്രവചിക്കുന്നുണ്ട്, ഇന്ത്യ സഖ്യത്തിന് അവിടെ 37 മുതൽ 39 സീറ്റാണ്. AIDMKക്ക് 1 സീറ്റും. പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് 26 മുതൽ 28 സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. അതേസമയം അവിടെ ബി.ജെ.പി 11 മുതൽ 13 സീറ്റ് വരെയാണ്. കോൺഗ്രസ് അവിടെ 2 മുതൽ 4 സീറ്റുകളും. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ എൻഡിഎ 18 മുതൽ 20 സീറ്റുകളും ഇന്ത്യ സഖ്യം അവിടെ 28 മുതൽ 30 സീറ്റുകളും സ്വന്തമാക്കുമെന്ന് പറയുന്നു. തെലങ്കാനയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് 10 മുതൽ 12 സീറ്റുകളും BRS 2 സീറ്റുകളും ബി.ജെ.പി 3 മുതൽ 5 സീറ്റുകളും സ്വന്തമാക്കുമെന്നും പറയുന്നു. ആന്ധ്രാപ്രദേശിലെത്തുമ്പോൾ YSRCP 15 മുതൽ 17 സീറ്റുകളും TDP 7 മുതൽ 9 സീറ്റുകളും കോൺഗ്രസ് 2 സീറ്റുകളും സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. ഒഡീഷയിൽ BJD 12 മുതൽ 14 സീറ്റുകളും ബി.ജെ.പി 6 മുതൽ 8 സീറ്റുകളും കോൺഗ്രസ് 2 സീറ്റുകളും സ്വന്തമാക്കുമെന്നും പറയുന്നു. ഉത്തർപ്രദേശിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻഡിഎ 46 മുതൽ 48 സീറ്റുകളാണ് സ്വന്തമാക്കുക, ഇന്ത്യ സഖ്യത്തിന് അവിടെ 32 മുതൽ 34 സീറ്റുകളും സ്വന്തമാക്കാൻ പറ്റും. BSPക്ക് യാതൊരു സീറ്റും കിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. പഞ്ചാബ് ആം ആദ്മി പാർട്ടി 6 മുതൽ 8 സീറ്റുകളാണ്, കോൺഗ്രസ് 5 മുതൽ 7 സീറ്റും. ശിരോമണി അകാലിദളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1 സീറ്റും ലഭിക്കില്ല എന്നാണ് ഈ സർവേ റിപ്പോർട്ട്. ബി.ജെ.പിക്കും ഇവിടെ സീറ്റുകളൊന്നും പ്രവചിക്കുന്നില്ല. ഇതൊക്കെയാണ് DB ന്യൂസിന്റെ പ്രവചനം വന്നിരിക്കുന്നത്. അതേസമയം മോദിക്ക് 3-ാം ഊഴം പ്രവചിക്കുന്നതാണ് പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ. 400 സീറ്റ് അവകാശപ്പെടുന്ന എൻഡിഎക്ക് 358 സീറ്റിൽ വരെ വിജയം നേടാനാകുമെന്നാണ് NDTV പോൾ ഓഫ് പോൾസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് 148 സീറ്റുകളും മറ്റു കക്ഷികൾക്ക് 37 സീറ്റുകൾ വരെയും പോൾ ഓഫ് പോൾസ് പ്രവചിക്കുന്നുണ്ട്. NDTVയെ കൂടാതെ മറ്റ് 6 എക്സിറ്റ് പോളുകളും എൻഡിഎക്ക് തന്നെയാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. റിപ്പബ്ലിക് ഭാരത് PMark 359, ഇന്ത്യ ന്യൂസ് D ഡൈനാമിക്സ് 371 സീറ്റുകളും റിപ്പബ്ലിക് ഭാരത് മാട്രസ് 353 സീറ്റ് മുതൽ 368 വരെ സീറ്റുകളും, ദൈനിക് ഭാസ്കർ 281 സീറ്റ് മുതൽ 350 സീറ്റുകളും, ന്യൂസ് നാഷണൽ 342 മുതൽ 378 സീറ്റുകളും, ജൻ കി ബാത്ത് 362 മുതൽ
92 സീറ്റുകൾ എന്നിങ്ങനെയാണ് പ്രവചിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 353 സീറ്റുകൾ നേടിയാണ് NDA രണ്ടാം ഊഴത്തിന് ഭരണത്തിലേറിയത്. ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ വിധി മാറുമോ എന്ന ആശങ്കകളും ഉയർന്നിരുന്നു. എന്നാൽ NDA ഭരണത്തിലേറുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഭരണകക്ഷികൾ. അതേസമയം ഫലം വരുമ്പോൾ BJPക്കെതിരെ അണിനിരുന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ കൈവിടുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിന് ശേഷം 295 സീറ്റിൽ വരെ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷ മുന്നണി പങ്കുവച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് 40, രാജസ്ഥാൻ 7, മഹാരാഷ്ട്ര 24, ബീഹാർ 22, തമിഴ്നാട് 39, കേരളം 20, ബംഗാൾ 24, പഞ്ചാബ് 14, ഛത്തീസ്ഗഡ് 5, ജാർഖണ്ഡ് 10, മധ്യപ്രദേശ് 7, ഹരിയാന 7, കർണാടക 15 മുതൽ 16 സീറ്റ് വരെ എന്നിങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ. മൂന്നാമതും മോദി അധികാരത്തിലെത്തുമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ സ്വരം ഭരണത്തിലേറുമോ എന്ന് വ്യക്തമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്നതാണോ അല്ലെങ്കിൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാകുന്ന ജനവിധിയാണോ എന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാം. ആര് അധികാരത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായത്തിനോടൊപ്പം കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.